ഏകദേശം ഒരു 4 മണിയോടുകൂടി എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ടാവും. 5 മണിയോടുകൂടി ഞാൻ എൻ്റെ ടിഫിനും പാക്കേജിങ്ങും ഒക്കെ കഴിഞ്ഞിരിക്കും. കുട്ടികൾക്ക് 2 ടിഫിൻ വെച്ച് കൊണ്ടുപോകണം, കാരണം 2 ഷോർട്ട് ബ്രേക്സ് ഉണ്ടാവും. ഹസ്ബൻഡ് മാത്രമേ ലഞ്ച് കൊണ്ടുപോകാറുള്ളൂ. ഞങ്ങളുടെ ലഞ്ച് തിരിച്ച് വന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും, അതുകൊണ്ട് ലഞ്ച് കൊണ്ടുപോകാറില്ല. ഏകദേശം ഒരു 5:30 ആകുമ്പോഴത്തേക്കും എൻ്റെ ഡ്രസ്സിങ് എല്ലാം കഴിഞ്ഞിരിക്കും. പിന്നെ കുട്ടികൾ ഡ്രസ്സ് ചെയ്യാൻ പോവും. ഇപ്പോൾ നോക്കുവാണെങ്കിൽ സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ, 5:30. ഇനി ഡ്രസ്സെല്ലാം മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയൊരു കോഫി കുടിക്കാനുള്ള ടൈമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ ചെന്നിട്ടാണ് കഴിക്കുക. കോഫിയൊക്കെ കുടിച്ച് പതുക്കെ താഴോട്ട് ചെന്നാൽ കറക്റ്റ് ബസ് ടൈമിംഗ് ആയിരിക്കും. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ സമ്മർ ആയതുകൊണ്ടാണ് ഇത്രയും വെളിച്ചം, സൺറൈസൊക്കെ കാണാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ വിൻ്ററിലാണെങ്കിൽ ഭയങ്കര ഇരുട്ടായിരിക്കും ഈ സമയത്ത്. ഇതിപ്പോൾ സമ്മറാണ്, അതുകൊണ്ട് ആൾക്കാരൊക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും 6 o'clock ആകുമ്പോഴത്തേക്കും താഴെ എത്തണം. ടീച്ചറായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബസ് ഫ്രീ ആണ് മിക്ക സ്കൂളുകളിലും. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ലാഭിക്കാം. എൻ്റെ സ്കൂൾ ദുബായിലായതുകൊണ്ട് 1 മണിക്കൂറോളം എനിക്ക് ട്രാവലിംഗ് ഉണ്ട്. 7 o'clock ആകുമ്പോഴേ ഞാൻ സ്കൂളിലെത്തുള്ളൂ. 7:30 ആണ് സ്കൂൾ ടൈം, ബട്ട് 7 o'clock ആകുമ്പോഴത്തേക്ക് എത്താറുണ്ട്. അത് കഴിഞ്ഞ് സ്കൂൾ ടൈമിംഗ് കഴിഞ്ഞ് 2:30 ആകുമ്പോഴത്തേക്കും ഞാൻ തിരിച്ച് വീട്ടിലെത്താറുണ്ട്. അപ്പോൾ 2:30 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ലഞ്ച് കഴിക്കും, ഞാനും കുട്ടികളും. അപ്പോൾ തലേദിവസത്തെ ഡിന്നറായിരിക്കും ലഞ്ചായിട്ട് ഞങ്ങൾ ചൂടാക്കി തന്നെ കഴിക്കുന്നത്, കാരണം ലഞ്ച് ഉണ്ടാക്കാനൊന്നും സമയം കിട്ടാറില്ല ഫ്രഷായിട്ട്. അപ്പോൾ രാത്രി ഡിന്നറാണ് ലഞ്ച്, പിറ്റേ ദിവസത്തെ ലഞ്ച്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഞ്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റിംഗ് ടൈമാണ്, അല്ലെങ്കിൽ നമ്മൾ ആകെ ടയർഡാവും. പിന്നെ ഞാൻ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് ഒരു 5 o'clock ആകുമ്പോഴേ പിന്നെ എൻ്റെ ജോലികൾ ഞാൻ സ്റ്റാർട്ടാക്കാറുള്ളൂ. വീണ്ടും 5 o'clock ആകുമ്പോൾ കുക്കിംഗ്, ക്ലീനിങ്, പിറ്റേ ദിവസത്തേക്കുള്ള എന്തെങ്കിലും സ്കൂളുകൾ വർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യണം. അങ്ങനെ നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 8 o'clock ആകുമ്പോഴത്തേക്കും എൻ്റെ എല്ലാ പണിയും ഞാൻ കഴിക്കാറുണ്ട്. ലാസ്റ്റ് എൻ്റെ മിക്ക ദിവസത്തെ പണി എന്ന് പറഞ്ഞാൽ തുണി വിരിക്കലാണ്. ഇവിടെ ചെറിയ ബാൽക്കണിയാണ് നമുക്കുള്ളത്, അതിൽ ആണ് മിക്ക പ്രവാസികളും അഡ്ജസ്റ്റ് ചെയ്ത് തുണിയൊക്കെ വിരിക്കുന്നത്. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല രസമാണ് UAE-യിൽ. പക്ഷേ വർക്കിംഗ് ഉള്ള ടൈമിംഗ് അഫക്റ്റ് ആകുന്നതുകൊണ്ട് നമുക്കങ്ങനെ കറങ്ങാനൊന്നും പോകാൻ പറ്റാറില്ല വർക്കിംഗ് ഡേയ്സിൽ. ഒരു 8:15 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഡിന്നറെല്ലാം കഴിഞ്ഞ് ചെടിക്കൊക്കെ വെള്ളമൊഴിച്ച് കുട്ടികളെ പതുക്കെ ബെഡിലോട്ട് നമ്മൾ ബെഡ് ടൈം കീപ്പ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്ലീപ്പിംഗ് പാറ്റേൺ ഡിസ്റ്റർബ്ഡ് ആവും.